എസ്രാ നെഹമ്യ ആമുഖം. ദിനവൃത്താന്ത ഗ്രന്ഥങ്ങളിലെ ചരിത്രത്തിൻ്റെ തുടർച്ചയാണ് എസ്രാ നെഹമ്യ. BC 538 ബാബിലോൺ സാമ്രാജ്യം പേർഷ്യക്കാർക്ക് കീഴടങ്ങി. പ്രവാസികളായ യഹൂദർക്ക് ജെറുസലേമിലേക്ക് തിരിച്ചു പോകുന്നതിനും അവിടെ ചെന്ന് ദേവാലയം വീണ്ടും നിർമ്മിക്കുന്നതിനും അനുവദിക്കുന്ന വിളംബരം പേർഷ്യൻ രാജാവായ സൈറസ് പുറപ്പെടുവിച്ചു. തിരിച്ചുപോയ ആദ്യ ഗണം പ്രവാസികൾ BC 515 ദേവാലയം പണിതീർത്തു പ്രതിഷ്ഠിച്ചു. ദേവാലയം നിർമ്മിക്കുന്നതിനും ജെറുസലേമിൻ്റെ മതിലുകളുടെ പണി പൂർത്തിയാക്കുന്നതിനും സമരിയാക്കാരിൽ നിന്നുണ്ടായ വളരെയേറെ പ്രതിബന്ധങ്ങൾ അവർക്ക് തരണം ചെയ്യേണ്ടിയിരുന്നു. പേർഷ്യൻ രാജാവായ അർത്താക്സർക്സസിൻ്റെ കൊട്ടാരത്തിൽ യഹൂദരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് നിയുക്തനായിരുന്ന നിയമജ്ഞനായ എസ്രാ മോശയുടെ നിയമം പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള ആധികാരിക രേഖകളോടെ രണ്ടാമതൊരു ഗണം പ്രവാസികളോടൊത്ത് ജെറുസലേമിലെത്തുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലാണ് എസ്രാ ഗ്രന്ഥം അറിയപ്പെടുന്നത്. വിദേശികളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട യഹൂദർക്കെതിരെ അദ്ദേഹം കർശന നടപടികൾ സ്വീകരിച്ചു. അർത്താക്സർക്സസിൻ്റെ പാനപാത്രവാഹകനായിരുന്ന നെഹമ്യായും രാജാവിൻ്റെ അംഗീകാരത്തോടെ ജെറുസലേമിലെത്തി. അതിൻ്റെ മതിലുകളുടെ പണി പൂർത്തിയാക്കി. നെഹമ്യ രാജാവിൻ്റെ ഉന്നത സ്ഥാനപതിയായി നിയമിതനായി. എസ്രാ നിയമഗ്രന്ഥം ജനങ്ങളുടെ മുൻപാകെ വായിച്ചു. എസ്രായും നെഹമ്യായും മതനവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ബാബിലോൺ പ്രവാസത്തിന് ശേഷമുള്ള യഹൂദരുടെ പുനരുദ്ധാരണത്തെപ്പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളാണ് ഈ ഗ്രന്ഥങ്ങൾ.